മേക്കപ്പ് ഇടാനുള്ള ഇഷ്ടം കൊണ്ട് മാത്രം ഞാൻ വാങ്ങിച്ചു കൂട്ടിയ ഫൗണ്ടേഷനാണ് ദേ ഇത്രയും. കാണുമ്പം കുറച്ചേ ഉള്ളൂന്ന് തോന്നിയെങ്കിലും എന്നെ സംബന്ധിച്ചത് ഒരുപാടാണ്. കാരണം വല്ലപ്പോഴും പുറത്ത് പോകുമ്പം ഒന്ന് ഫൗണ്ടേഷനൊക്കെ ഇട്ട് ഒന്ന് ഒരുങ്ങി പോവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയധികം ഫൗണ്ടേഷൻസ് വാങ്ങി ട്രൈ ചെയ്ത് നോക്കിയത്. നമുക്കറിയാം സ്കിൻ കെയറും മേക്കപ്പും ഒക്കെ കുറേയൊക്കെ ട്രയൽ ആൻഡ് എറർ, കുറേയല്ല കംപ്ലീറ്റ്ലി ട്രയൽ ആൻഡ് എറർ മെത്തേഡ് കൂടിയേ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ എങ്കിലും പക്ഷെ കുറേയൊക്കെ നമുക്ക് ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ആ പ്രൊഡക്റ്റ് നല്ലതാണോ അല്ലയോ എന്നുള്ള ഒരു മൊത്തത്തിലൊരു ഒരു ഐഡിയ കിട്ടും. പക്ഷെ സോഷ്യൽ മീഡിയയിൽ അത്രയും ഹൈപ്പ് കൊടുത്ത പ്രൊഡക്റ്റുകളാണ് ഇതിൽ പലതും. ഇതിൽ എൻ്റെ ഒരു കയ്യിലിരിക്കുന്ന പ്രൊഡക്റ്റ് മൊത്തം എനിക്ക് കംപ്ലീറ്റ്ലി ഫ്ലോപ്പായി പോയതാണ്. ഞാൻ ഒരു തവണയെ യൂസ് ചെയ്യാൻ എനിക്ക് പറ്റുള്ളൂ, പിന്നെ എനിക്ക് യൂസ് ചെയ്യാനേ പറ്റിയിട്ടില്ല. ഈവൻ തോ എൻ്റെ സ്കിന്ന് നോർമൽ സ്കിന്നാണ്, അതിന് പോലും ഇതിൽ പറയുന്ന ഫൗണ്ടേഷൻസ് നല്ലതാണെന്ന് പറഞ്ഞിട്ട് പോലും എനിക്ക് പറ്റിയിട്ടില്ല. സോ വെൽക്കം ടു എപ്പിസോഡ് 1 ഓഫ് പ്രൊഡക്ട്സ് ഐ റിഗ്രറ്റ് ബൈയിങ്. അഥവാ ഞാനോ വാങ്ങിപ്പെട്ടു, നിങ്ങളും കൂടെ പെടണ്ട. ഓഫ് കോഴ്സ് ഇന്നത്തെ വീഡിയോയിൽ മൊത്തം ഞാൻ കാണിക്കുന്നത് ഫൗണ്ടേഷൻസ് മാത്രമാണ് കേട്ടോ. നെക്സ്റ്റ് എപ്പിസോഡ്സിലായിരിക്കും ഞാൻ ലിപ്സ്റ്റിക്ക് അല്ലെങ്കിൽ ബ്ലഷ് അങ്ങനത്തെ ഒക്കെ കാറ്റഗറൈസ് ചെയ്തിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഇന്നത്തേതിൽ നമുക്ക് ഫൗണ്ടേഷൻസിൽ ഏതാണ് ബെസ്റ്റ് ഏതാണ് വേസ്റ്റ് എന്നുള്ളത് നോക്കാം. ഒരു സീരീസിൽ ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്ന പ്രൊഡക്റ്റ് എൻ്റെ വെരി ഫസ്റ്റ് ഫൗണ്ടേഷൻ ആണ്. ഒരുപാട് റിസർച്ചും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട്, ഒരുപാട് പേരുടെ വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ആദ്യത്തെ ഫൗണ്ടേഷൻ വാങ്ങിച്ചത്. അത് ദേ മെബിലിൻ്റെ ഈ ഒരു ഫൗണ്ടേഷൻ ആണ്. 16 അവർ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഓയിൽ കൺട്രോൾ ഉണ്ടെന്ന് പറയുന്ന SPF 22 ഉള്ള ഈ ഒരു ഫൗണ്ടേഷൻ ആണ് എൻ്റെ വെരി ഫസ്റ്റ് ഫൗണ്ടേഷൻ ആൻഡ് എൻ്റെ വെരി ഫസ്റ്റ് റിഗ്രറ്റ്. ഇത് വാങ്ങി ഞാൻ ആദ്യത്തെ യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് റിഗ്രറ്റ് ആയിരുന്നു, ടോട്ടൽ റിഗ്രറ്റ് ആയിരുന്നു. കാരണം ഇത് ഒന്നാമത് നമ്മൾ ഇത് വാങ്ങുന്നത് എന്താണെന്ന് വെച്ചാൽ നോർമൽ ടു ഡ്രൈ സ്കിൻ ആകുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഹൈഡ്രേറ്റിംഗ് ഫൗണ്ടേഷൻ ആണെന്ന് നോക്കുക. അങ്ങനെ തപ്പി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടിയത്. ബട്ട് എൻ്റെ സ്കിന്നിൻ്റെ ഒരു ഇതെന്താന്ന് വെച്ചാൽ നോർമലാണ്, പക്ഷെ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഓയിൽ പ്രോൺ ആവുന്ന ഒരു സ്കിന്നാണ് എൻ്റെത്. ഇത് ഓയിൽ ബേസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇടുമ്പം നല്ല ഫിനിഷിംഗ് ആണ്, ഓക്കെയാണ്. പക്ഷെ കുറച്ച് കഴിയുമ്പം വെറും ഒരു ഷൈനി എഫക്റ്റ് മാത്രം വരും. നമ്മൾ എണ്ണയൊക്കെ തേച്ചാലുള്ള ആ ഒരു എഫക്റ്റാണ് തരുന്നത്. ലോങ് ലാസ്റ്റിങ്ങും അല്ല, അത്യാവശ്യം വേർത്തൊലിച്ച് പോകുന്ന ഒരു ഫൗണ്ടേഷനാണ്. പ്രൈസ് റേഞ്ച് ഒക്കെ ഞാൻ മറന്നുപോയി, പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നില്ല, അപ്പോൾ പിന്നെ ഞാൻ പ്രൈസ് മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. സോ ദിസ് ഇസ് മൈ വെരി ഫസ്റ്റ് ഫൗണ്ടേഷൻ. നിങ്ങൾ കൂടെ ഇത് വാങ്ങിച്ച് പെടണ്ട. നിങ്ങൾ എക്സ്ട്രീം ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ ഇത് നന്നായിട്ട് ഓക്സിഡൈസ് ആവുന്ന ഒരു ഫൗണ്ടേഷനും കൂടിയാണ് കേട്ടോ, അപ്പോൾ അതും കൂടി ഒന്ന് മനസ്സിൽ വെച്ചേക്കാം. അടുത്തത് ലോറിയലിൻ്റെ ഈ ഒരു ഫൗണ്ടേഷൻ ആണ് കേട്ടോ. ഇൻഫാലിബിൾ റേഞ്ചിൽ വരുന്ന 24 അവർ ഫ്രഷ് വെയർ ഫൗണ്ടേഷൻ ആണ്. SPF 25 ഉണ്ട്, PA+++ ആണ്, ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഫൗണ്ടേഷനിൽ എത്ര SPF ഉണ്ടെന്ന് പറഞ്ഞാലും സ്കിൻ കെയറിൽ ഒരു സൺസ്ക്രീനും മസ്റ്റ് ആയിട്ടും ഉൾപ്പെടുത്തുക, അതാണ് എഫക്റ്റീവ് ആയിട്ടുള്ളത്. പിന്നെ ഇത് ആക്ച്വലി ഒരു നല്ലൊരു ഫൗണ്ടേഷൻ ആയിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. ഞാനിത് വാങ്ങിച്ച് ഒരു 5-6 യൂസ് വരെ ഇത് നല്ലൊരു ഫൗണ്ടേഷൻ ആയിരുന്നു. പിന്നെ പോകെ പോകെ ഇത് വെച്ചിട്ട് ഇതിൻ്റെ ഫോർമുലയിൽ വന്ന മാറ്റമാണോ എന്നറിയില്ല. പിന്നെ ഒക്കെ ഇതിടുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര ഒരു ഡള്ള് ലുക്ക് തരും. നമ്മളുടെ കുഞ്ഞു കുഞ്ഞു മുഖത്തുള്ള കുഞ്ഞു കുഞ്ഞു കുരുക്കളും കണ്ണിൻ്റെ അടിയിലുള്ള ഈ വരകളും ഈ ചിന്നിൻ്റെ ഈ ഏരിയയിലൊക്കെ ഉള്ള ലൈൻസൊക്കെ നന്നായിട്ട് വിസിബിൾ ആവാൻ തുടങ്ങി. ഭയങ്കരമായിട്ടൊരു ഡൾ ലുക്ക് തരാൻ തുടങ്ങി. ഒരു സാറ്റിൻ ഫിനിഷ് തരുന്ന ഒരു ഫൗണ്ടേഷൻ ആയിരുന്നു. അന്നൊക്കെ എനിക്കിത് ഇതായിരുന്നു എൻ്റെ ഫേവറേറ്റ്. ട്രാൻസ്ഫർ പ്രൂഫ് ആണ്, നമ്മളുടെ ഫേസ് ഡ്രൈ ആക്കൂല, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ പിന്നെ പിന്നെ ഇത് ഫേസ് ഒന്ന് ഡള്ളാക്കാൻ തുടങ്ങിയാൽ ഞാൻ ഇതിൻ്റെ യൂസ് നിർത്തി. കഴിഞ്ഞ 2 വർഷമായിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഫീൽഡിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫൗണ്ടേഷനാണ്. അത്രയും ഹൈപ്പിൽ പോകുന്ന ഒരു ഫൗണ്ടേഷനാണ് ഇത് ഫേസസ് കാനഡയുടെ 3-in-1 ഫൗണ്ടേഷൻ. ഓൾ ഡേ ഹൈഡ്രാമാറ്റ് ഫൗണ്ടേഷൻ ഉണ്ട്, മോയ്സ്ചറൈസർ ഉണ്ട്, സൺസ്ക്രീൻ ഉണ്ട്. SPF 30 ആണ് ഉള്ളത്. പിന്നെ അലോവേര ഉണ്ട്, വിറ്റാമിൻ C ഉണ്ട്, ആൻഡ് സ്യൂട്ടബിൾ ഫോർ ഓൾ സ്കിൻ ടൈപ്സ്. ഇത്രയും വേസ്റ്റ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ഞാൻ മേക്കപ്പ് ഇടാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. ഹോണസ്റ്റ്ലി ഇത് പ്രൊമോട്ട് ചെയ്യാത്ത ഒരു മലയാളി കോണ്ടന്റ് ക്രിയേറ്റേഴ്സും ഇല്ല, യൂട്യൂബേഴ്സ് ഇല്ല. ഇപ്പോഴും ഞാൻ മിനിമം ഒരു 3-4 മലയാളി യൂട്യൂബേഴ്സ് ഇതിങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത് കാണുന്നുണ്ട്, ഇതിൻ്റെ പ്രൊമോഷൻ വീഡിയോസ് ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട്. ഇതിൻ്റെ MRP വന്നിട്ട് 549 രൂപയാണ്. പക്ഷേ ഞാൻ ഓഫറിലാണ് മേടിച്ചത്, 250 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് വല്ലാതെ അങ്ങോട്ട് റിഗ്രറ്റ് ഇല്ല. എന്നാലും ഇതുപോലത്തെ ഒരു പ്രൊഡക്റ്റിന് എന്തിനാണ് ഇത്രയും പ്രൊമോഷൻ എന്നാണ് ഞാൻ നോക്കുന്നത്. നിങ്ങൾക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാലോ ഈ പ്രൊഡക്റ്റ് നല്ലതല്ല എന്നുള്ളത്. പിന്നെ എന്തിനാണ് ഇതിങ്ങനെ പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യം? ഞാൻ മുന്നേ കാണിച്ച 3 ഫൗണ്ടേഷൻ ഇല്ലേ, അത് നോർമൽ സ്കിന്നുകാർക്കും എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്നു പറഞ്ഞാലും
നമ്മളുടെ സ്കിൻ ടൈപ്പ് അതിന് മാച്ച് അല്ല എന്നുണ്ടെങ്കിലും അതിലുപരി നമ്മളുടെ ക്ലൈമറ്റിന്, കേരളത്തിലെ ക്ലൈമറ്റിന്, ആ ഹ്യൂമിഡ് ആയിട്ടുള്ള ഹീറ്റ് ആയിട്ടുള്ള ക്ലൈമറ്റിന് ഒട്ടും ചേരാത്ത ഫൗണ്ടേഷൻസ് ആണ് ആ 3 അതിനിപ്പോൾ നിങ്ങൾ ഏത് സ്കിന്നുകാരാണെങ്കിലും അത് വാങ്ങിച്ച് കാശ് കളയണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം നിങ്ങൾ വിചാരിക്കും ഇനി നല്ല ഫൗണ്ടേഷൻ ഉണ്ടോ എന്ന്, അതിന് കുറേ പൈസയാവൂലേ, വലിയ ബ്രാൻഡിൻ്റെ ഫൗണ്ടേഷൻസ് വാങ്ങണതിന് ഒരാവശ്യമില്ല. അതിന് പറ്റിയ 2 ഫൗണ്ടേഷൻസ് എൻ്റെ കയ്യിലുണ്ട്. ഇതാണ് ആദ്യത്തെ പ്രൊഡക്റ്റ്. ഇത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഫോട്ടോ ഫോക്കസ് ഫൗണ്ടേഷനാണ്. ഇതിനെപ്പറ്റി മലയാളി യൂട്യൂബേഴ്സ് ആരും അങ്ങനെ പറഞ്ഞ് കണ്ടിട്ടില്ല. പക്ഷേ നല്ലൊരു ഫൗണ്ടേഷൻ ആണ് കേട്ടോ ഇത്. ഓക്സിഡൈസ് ആവില്ല, നമ്മളുടെ മുഖത്തുള്ള ഇംപെർഫെക്ഷൻസ് ഒക്കെ നല്ല രീതിക്ക് ഹൈഡ് ആവും. പിന്നെ ചെറിയ ചെറിയ കളർ ചേഞ്ച് ഒക്കെ നമ്മുടെ അണ്ടർ ഐ ഡാർക്ക്നെസ് തന്നെ, അണ്ടർ ഐ ഡാർക്ക്നെസ് ഒക്കെ ഉണ്ടാവുമല്ലോ, പിന്നെ നമ്മളുടെ ചിന്നിൻ്റെ അവിടെയൊക്കെയുള്ള ചെറിയ ചെറിയ കളർ ചേഞ്ച് അതൊക്കെ ബ്ലർ ചെയ്യാൻ ഈ പ്രൊഡക്റ്റ് ഒറ്റൊരെണ്ണം മാത്രം മതി. ഒരു കൺസീലറിൻ്റെ ആവശ്യം പോലും ഇല്ല. അത്രയ്ക്കും നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് കുറച്ച് അധികമാണെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ, ഇത് ഞാൻ വാങ്ങിയിട്ട് ഇപ്പോൾ കുറച്ചായിട്ടോ. പക്ഷേ എന്തോ ഞാനിത് ഒഴിവാക്കാതെ എടുത്തു വെച്ചു. ഇതാണ് എൻ്റെ ആദ്യത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫൗണ്ടേഷൻ. ഇതും പിന്നെ ഇതിൻ്റെ കൂടെ തന്നെയായിരുന്നു എൻ്റെ വെരി ഫസ്റ്റ് ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നത്, വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ. അപ്പോൾ ഇത് രണ്ടും ഞാൻ ഇതുവരെ ഒഴിവാക്കിയിട്ടില്ല, ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. ടോട്ടലി നല്ല വേർത്തായിട്ടുള്ളൊരു ഫൗണ്ടേഷനാണ്. നിങ്ങൾ ഓയിലി സ്കിന്നുകാരാണെങ്കിലും നോർമൽ സ്കിന്നുകാരാണെങ്കിലും ഇനി കുറച്ച് ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ പോലും, എക്സ്ട്രീംലി ഡ്രൈ സ്കിന്നാണെങ്കിൽ നല്ലൊരു ഹൈഡ്രേറ്റിംഗ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് ഇത് ഇടുകയാണെങ്കിൽ നല്ല ഓപ്ഷനാണ് കേട്ടോ. വേർത്തൊലിച്ചൊന്നും പോവില്ല, സ്വെറ്റ് പ്രൂഫാണ്. സോ മൊത്തത്തിൽ ഒരു നല്ല ഫൗണ്ടേഷനാണ് കേട്ടോ. കംപ്ലീറ്റ്ലി മാറ്റല്ല, ചെറിയൊരു ഷൈനിങ് ഒക്കെ തരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിടുമ്പോൾ എനിക്ക് പിന്നെ ഓയിൽ കൺട്രോൾ പൗഡർ ഇടേണ്ട ആവശ്യമൊന്നും വരാറില്ല. ഇത് ഫൗണ്ടേഷൻ മാത്രമായിട്ടാണ് ഞാൻ ഇടാറ്. സോ എന്തുകൊണ്ടും നല്ലൊരു ഫൗണ്ടേഷനാണ്. ഇനി നിങ്ങൾക്കിത് വാങ്ങാൻ അഫോർഡബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്വന്തം ഇന്ത്യൻ ബ്രാൻഡായ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്, അടുത്ത് ഞാൻ അത് കാണിച്ചു തരാം. ഇതാണ് മക്കളെ ആ ഫൗണ്ടേഷൻ. അഫോർഡബിൾ ആണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്, പിന്നെന്താ നന്നായിട്ട് നമ്മളുടെ ഫേസിന് നല്ലൊരു ഷൈനിങ് തരും. ഗ്ലാസ് സ്കിന്നൊന്നും പ്രതീക്ഷിക്കരുത്, അത്രയൊന്നുമില്ല കേട്ടോ. ബട്ട് ഒരു നാച്ചുറൽ സ്കിന്ന് പോലെ തരും. നമ്മളുടെ സ്കിന്നിനെ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്കിന്നെന്ന് നമ്മൾ പറയില്ലേ, അതിന് പറ്റിയ ഒരു ഫൗണ്ടേഷനാണ്. അഫോർഡബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഏകദേശം അഫോർഡബിൾ തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് ഓഫറുള്ള സമയത്ത് മേടിക്കുകയാണെങ്കിൽ സൂപ്പർ അഫോർഡബിൾ ആയിരിക്കും. അത്രയ്ക്കും നല്ല പ്രൊഡക്റ്റാണ്. ഹൈ കവറേജ് ആണ്, പിന്നെ പ്രിപ്പയർഡ് സ്പെഷ്യലി ഫോർ ഇന്ത്യൻ സ്കിൻ ടൈപ്സ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ക്ലൈമറ്റിനും നന്നായിട്ട് ചേരുന്ന ഫൗണ്ടേഷനാണ്. ഏതാണെന്നല്ലേ, ഇത് മാർസിൻ്റെ ഫൗണ്ടേഷൻ ആണ് കേട്ടോ. എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ചോയ്സാണ്. ഞാൻ പുറത്ത് പോകുമ്പോൾ ഇത് കുറച്ചിട്ടാൽ മതി, അത്രയ്ക്കും നല്ല ഫൗണ്ടേഷനാണ് കേട്ടോ. വളരെ കുറച്ചിട്ടാൽ മതി, പുട്ടിയിട്ട പോലെ ഇല്ല, വൈറ്റ് വാഷ് ചെയ്ത പോലെ ഇല്ല. പക്ഷേ ആകെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് എനിക്ക് തോന്നിയത്, ഇത് ഷെയ്ഡ് കുറവാണ്. എൻ്റെതിപ്പം കറക്റ്റ് ഷെയ്ഡ് വരുന്നത് 05 ആണ് കേട്ടോ. 05 ആണ്. ഈ 06 എടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഡീപ്പർ സ്കിൻ ടോണിലേക്ക് പോകുന്നതിനനുസരിച്ച് ഈ യെല്ലോ ടിൻ്റ് ഉണ്ടല്ലോ, അത് വല്ലാതെ എടുത്ത് കാണുന്നുണ്ട്. പക്ഷേ വീഡിയോസിൽ ഞാൻ കണ്ടത് ആ യെല്ലോ ടിൻ്റ് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പം റെഡി ആവുന്നുണ്ട് എന്നാണ്. എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഇതെൻ്റെ എക്സാക്റ്റ് ഷെയ്ഡാണ് കേട്ടോ. അത്രയ്ക്കും നല്ല ഫൗണ്ടേഷനാണ്. ബ്രഷ് വെച്ചൊക്കെ അപ്ലൈ ചെയ്താൽ നല്ല ലുക്കാണ് കേട്ടോ. ഫിംഗേഴ്സ് വെച്ച് ഞാൻ അപ്ലൈ ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷേ മൊത്തത്തിൽ നല്ലൊരു ഫൗണ്ടേഷനാണ്. ഓയിൽ ഇറങ്ങി വരുന്ന പോലെയൊന്നും ഇല്ല. ഞാൻ ഫേസ് സ്കാനറുടെ ഒക്കെ പറഞ്ഞില്ലേ, ഓയിൽ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നത് പോലെ അങ്ങനെയൊന്നുമില്ല. അടിപൊളി പ്രൊഡക്റ്റാണ്. ഇത് വാങ്ങിയ പ്രൈസ് റേഞ്ച് എനിക്ക് മറന്നുപോയി. എന്തായാലും അഫോർഡബിൾ ആണ്, ഞാനിവിടെ മെൻഷൻ ചെയ്തേക്കാം. ഫെയർവെല്ലൊക്കെ വരികയല്ലേ, നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു ഫൗണ്ടേഷനാണ്. ഇത് തന്നെ വാങ്ങിച്ചോളൂ കേട്ടോ. അപ്പോൾ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണം. ഇങ്ങനത്തെ വീഡിയോസ്, ജെനുവിൻ റിവ്യൂസൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അടുത്ത് എനിക്ക് തോന്നുന്നു നമുക്ക് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു വീഡിയോ ചെയ്യാം അല്ലേ. പ്രൊഡക്ട്സ് ഐ റിഗ്രറ്റ് ബൈയിങ്ങിൽ ലിപ്സ്റ്റിക്ക് ഉൾപ്പെടുത്താമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ടാറ്റാ, ബൈ.